അനുവദിച്ചിട്ടുണ്ടോന്നെങ്കിലും സാധനം എത്തണ്ടേ? ഈ അനുവദിച്ചു എന്ന് ഏട്ടിലെ പശു പുല്ല് തിന്നത്തില്ലല്ലോ. അത് അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ. ഈ പർട്ടിക്കുലർ ഈ പ്രത്യേക എക്യുപ്മെന്റിന്റെ കാര്യം ഞാൻ തൽക്കാലം പറയാം. അപ്പൊ അത് മുടങ്ങിയ ശസ്ത്രക്രിയ അപ്പൊ അവരിനി എന്നാണ് ചെയ്യേണ്ടത്? അവരിനിയും അത് HDSന്റെ അവർ ഇത് സാങ്ഷനാക്കി HDSന്റെ സാങ്ഷൻ വാങ്ങിച്ചു. ഇപ്പോൾ HDSന്റെ സാങ്ഷൻ കിട്ടാത്തതിൻ്റെ കാരണം ഈ പർട്ടിക്കുലർ എക്യുപ്മെൻറ്റിൻ്റെ വില അവർ കഴിഞ്ഞ പ്രാവശ്യം 38,000 ആയിരുന്നത് അവർ 42 മറ്റോ ആക്കിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സാറേ, ആ അഡീഷണൽ പൈസ കഴിഞ്ഞാൽ എൻ്റെ പോക്കറ്റിൽ നിന്ന് തരാം, നിങ്ങളത് അലോട്ട് ചെയ്യും. ഇല്ല, അവർ ഇനി കമ്പനിയെ വിളിച്ച് കമ്പനിയെ നെഗോസിയേഷന് വിളിച്ച് ഇനി കമ്പനി വന്ന് നെഗോസിയേഷൻ ചെയ്ത് ആ സാധനം അപ്രൂവലായി. ആ അപ്രൂവൽ അവർ പറഞ്ഞു അത് 1,00,000 മേളിലാണെങ്കിൽ കളക്ടർ ഓഫീസിൽ പോകണം, കളക്ടറേറ്റിൽ നിന്ന് വേണം. ഇനി അത് കഴിഞ്ഞ് ആ കളക്ടറേറ്റിൽ നിന്ന് അപ്രൂവൽ വന്ന് അത് കമ്പനി ഇൻഫോം ചെയ്തിട്ട് കമ്പനിക്കാർ അത് വെളിയിൽ നിന്ന് വരുത്തിച്ച് ഹൈദരാബാദിൽ നിന്ന് അത് ഇവിടെ ട്രിവാൻഡ്രം സർജിക്കൽസിലാണ് സപ്ലൈ കൊടുക്കുന്നത്. അവിടെ കൊടുത്ത് അത് എത്ര ദിവസം എടുക്കും? അത് ഈ പർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റിന് 3 മാസം മുമ്പേ ഞാൻ റിക്വസ്റ്റ് കൊടുക്കുകയും ഇതിന് നിരന്തരം HDS ഓഫീസിലെ സൂപ്രണ്ടിനെയും പ്രിൻസിപ്പലിനെയും ഇത് നിരന്തരം നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ്. ഇതേ ഉപകരണം മുടങ്ങിയിട്ട് ഇത് ഏതാണ്ട് 8 മാസം മുമ്പേ ഇതേ പ്രശ്നങ്ങൾ ഇതേ റൂട്ടിൽ തന്നെ പോയി. അന്ന് ഞാൻ ഇത്തരം തരം പ്രതികരിച്ചിട്ടില്ല. അന്ന് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് HDS ഓഫീസിലെ ബന്ധപ്പെട്ട് അവർ ഈ സൂപ്രണ്ടിനും ഡെപ്യൂട്ടി സൂപ്രണ്ടിനെയൊക്കെ ഞാൻ നന്നായിട്ട് അവരോട് സംസാരിച്ച് അത് എങ്ങനെയെങ്കിലും അന്ന് പരിഹരിച്ചെടുത്താണ്. ഞാൻ അന്ന് പറഞ്ഞിരുന്നതാണ് ഇനി ഇതുപോലെ മേലൊരു പ്രശ്നം ഇതിനകത്ത് വരരുത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HDS ഓഫീസ് സൗജന്യമായിട്ടൊന്നും അല്ല ഇത് തരുന്നത്. ഇവിടെ വരുന്ന എല്ലാ രോഗികളുടെയും കയ്യിൽ നിന്ന് ഞാൻ 3,000-4,000 രൂപ ഞാൻ പറഞ്ഞിട്ട് രോഗികൾ HDSന് അടയ്ക്കുന്നുണ്ട്. ഒരു കാര്യമില്ല, അവർക്കൊന്നുമില്ല, HDSന് അടയ്ക്കുകയാണ്. ഞാൻ കൈക്കൂലിയൊന്നും വാങ്ങിക്കുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞ രോഗികൾ കേൾക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുറച്ച് പൈസ HDSന് അടയ്ക്കും, ഇനിയും നിങ്ങൾ വരുന്ന ആൾക്കാർക്ക് എല്ലാം പ്രയോജനപ്പെടട്ടെ. അങ്ങനെ നമ്മൾ അടയ്ക്കുന്ന പൈസ, ആ അടയ്ക്കുന്ന തുക തന്നെ ഏതാണ്ട് 50 ലക്ഷം രൂപയ്ക്ക് പുറത്ത് കവിഞ്ഞു. അതിൻ്റെ എല്ലാം കണക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. ആ പണം ഉപയോഗിച്ച് ഞങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിച്ചു തരാമെന്നുള്ളതായിരുന്നു നേരത്തെ ഇതിനു മുമ്പിരുന്ന സൂപ്രണ്ടുമായിട്ടുള്ള ധാരണ. അതിൻ്റെ പേരിലാണ് പേഷ്യൻ്റെ പണം പിരിക്കുന്നത്. ഒരു സർക്കാർ ആശുപത്രിയിൽ വരുന്ന രോഗികളുടെ നിന്ന് പണം പിരിക്കാനുള്ള യാതൊരു അർഹതയും എനിക്കില്ല, HDSനും ഇല്ല. പക്ഷേ ഇങ്ങനെ ഒരു ഇന്റേണൽ അറേഞ്ച്മെന്റ് ഉണ്ടാക്കിയത് ഇതുപോലെ ശസ്ത്രക്രിയകൾ മേളിൽ മുടങ്ങരുത് എന്ന് വിചാരിച്ച് ഇതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ അതിൻ്റെ ആക്സസറീസും റെഗുലറായിട്ട് തരണം എന്ന് പറഞ്ഞ ധാരണയിലാണ് ഇത് ചെയ്തത്.